ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അസൂബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുമ്പളങ്ങ മസാലക്കറിയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് തേങ്ങ വറുത്തരച്ച് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഒരു കുമ്പളങ്ങൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. പകുതി ഒരു കാൽ ഭാഗമുള്ളായിരുന്നേ. ഇവിടെ വലിയ കുമ്പളങ്ങ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതിന്. അപ്പോൾ ഞാൻ ഒരു കാൽ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നമ്മൾ മോരുകറിക്കൊക്കെ മുറിക്കണ പോലെ നല്ല വലുതുമല്ല എന്നാലും ചെറുതുമല്ല, ഇതുപോലെ ഒരു വലുപ്പത്തിൽ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് അതിലെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലേ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളിട്ടാ. ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിതായത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ വേണം ഉണ്ടാക്കാൻ. ഒരു മൺചട്ടി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഇതിലിട്ട് നല്ല പോലെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കുമ്പളങ്ങ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങനെ ഒന്ന് നല്ല പോലെ വഴറ്റി നമുക്കൊന്ന് കുമ്പളങ്ങന്ന് ഒരു ഹാഫ് കുക്ക് ആവുകയോളം നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിവിടെ ഒന്ന് ഇരുന്ന് വെന്ത് വരട്ടെ. നമ്മൾക്ക് അപ്പോഴേക്കും ഇതിലേക്കുള്ളൊരു മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനിതാ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ ഒരു 3/4 സ്പൂണ് കാശ്മീരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള പൗഡറൊക്കെ മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ മുളക് പൊടി എടുത്തതിൻ്റെ നേർ പകുതി വേണം മല്ലിപ്പൊടി എടുക്കാൻ. ഞാൻ 3/4 സ്പൂണ് കാശ്മീരി പൗഡർ എടുത്ത് 1/2 സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഒരു 1/4 സ്പൂണിൽ താഴെ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി മാറി നിൽക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനത് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാനൊന്ന് ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി ഈ തേങ്ങ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ വറുത്തരച്ച ഈ ഒരു കുമ്പളങ്ങ മസാലക്കറി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഈ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വായ അടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കമൻറ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ ചിരിച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ സംസാരിച്ചത് കൊണ്ടാണോ അങ്ങനെ പറയണത് എന്നുള്ളത് അറിയില്ലായിരുന്നേ. ഇതിലിതാ ഒരു ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില കുറേ ഉണ്ടെങ്കിൽ കുറേ ചേർത്തോളേ. ഇത് ഞാനിവിടെ യുദ്ധത്തിൻ്റെ ഒരു ടൈമിലെടുത്തൊരു വീഡിയോ ആണ്. അന്ന് ഇവിടെ കറിവേപ്പിലൊന്നും കിട്ടാനില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തത്. ഇപ്പോൾ കറിവേപ്പിലൊക്കെ കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഇപ്പം യുദ്ധമൊക്കെ ഒരുവിധമൊക്കെ അവസാനിച്ചല്ല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇപ്പോൾ ഇതാ നമ്മളെ തേങ്ങ ഞാനിതാ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുമ്പളങ്ങ ഇതാ ആയി കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി, നല്ല വലിയ തക്കാളിയാണെങ്കിൽ പകുതി എടുത്താൽ മതി. ചെറിയ തക്കാളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതാ അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാനിതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുകയാണ്. ഈ ഒരു കുമ്പളങ്ങ മസാലക്കറി ഉണ്ടല്ലോ, ഇതൊരു 2-3 ദിവസം നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിലും ഒരു കേടും വരില്ല കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം മഴയും തണുപ്പില്ല, അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നുണ്ടാവില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ചൂടായ കാരണം പെട്ടെന്ന് ഇപ്പോൾ കേട് വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ 3 ദിവസം 4 ദിവസം വരെ ഇരിക്കും. ഇങ്ങനെ സ്കൂളിലും ഒക്കെ പോകണ ഓഫീസിലൊക്കെ പോകണ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരിങ്ങനെ ഒരു 2-3 ദിവസത്തിനൊക്കെ അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ
1 സ്പൂൺ അരി, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, 1/4 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. മട്ട അരി ഉണ്ടെങ്കിൽ മട്ട അരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇവിടെ മട്ട അരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ജയ റൈസാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തത് ഇത് നല്ല പോലെ തന്നെ വറുക്കുക. ഇതിൽ എണ്ണ ഒന്നും ചേർക്കേണ്ട. ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ അത് നല്ല പോലെ തന്നെ വറവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ജ്യൂസ് എടുക്കാനുള്ളതാണ്. നേരത്തെ വറുത്ത് വെച്ച അരി, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടല്ലോ, ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ജ്യൂസ് ഒന്ന് എടുത്ത് വെക്കാം. ഇപ്പോൾ അതാ നമ്മളെ തക്കാളിയും കുമ്പളങ്ങയും എല്ലാം നല്ലപോലെ തന്നെ മിക്സായി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിലും ഇത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതാ കണ്ടില്ലേ, മാഷാ അല്ലാ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ നല്ല സൂപ്പർ സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഇതിന് അടിപൊളിയാണ്. ഇപ്പം ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു ചെറിയൊരു പപ്പടോ അങ്ങനെ ഒരു ഉണക്കലോ അല്ലെങ്കിൽ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾക്ക് ധാരാളം ചോറ് കഴിക്കും. ഇപ്പോൾ അതാ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് ആ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. തേങ്ങ അരച്ചത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കണം. ഇതാ ഞാൻ ആ പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ പുളിവെള്ളം, കൂടുതൽ വേണ്ട. കൂടുതൽ പുളിയായാൽ നമ്മൾ ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് അതുകൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത് ഒരു നല്ല പാകത്തിന് തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് ഇല്ലെങ്കിൽ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിള വരുവോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ നല്ല തിളക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അരി, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില നമ്മൾ ചൂടാറിയതിന് ശേഷം പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരിയൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു തിക്കൊക്കെ കിട്ടും. പിന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ പൊടിച്ചതൊക്കെ ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് എല്ലാ കറിക്കും ഒരു വറവ് വേണമല്ലോ അല്ലേ, അപ്പോഴല്ലേ നമ്മൾ കറി ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. ആ കറിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് എത്തുക. അപ്പോൾ ഞാൻ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ഇനി ഇതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെയുള്ള നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ചേർക്കേണ്ട. ഉലുവ നമ്മൾ നേരത്തെ ചേർത്തതാണല്ലോ, അതുകൊണ്ട് ഉലുവ ചേർക്കേണ്ട. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതാ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വറ്റൽമുളകിനും നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകുന്ന മുന്നേ തന്നെ നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കുമ്പളങ്ങ മസാലക്കറി ഇവിടെ സൂപ്പർ ടേസ്റ്റ്, ഇവിടെ അടിപൊളി. ഇത് 2 ദിവസം 3 ദിവസം ഇരുന്നാലും ഒരു കേടും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.